ചെയ്ത് നോക്കൂട്ടോ. പൊടി അലർജി ഉള്ളവർക്കും ഇനി വീട് ക്ലീനിങ് വളരെ വളരെ എളുപ്പമാക്കാൻ പറ്റുന്ന നല്ല നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ്. ഇനി അലർജി ആണെന്ന് പറഞ്ഞ ആരും വീട് ക്ലീൻ ചെയ്യാതിരിക്കേണ്ട. ഇതുപോലെ ചെയ്താൽ അലർജി ഉള്ളവർക്കും യാതൊരു പ്രോബ്ലം ഇല്ലാതെ തന്നെ നമ്മുടെ വീട് പുത്തനാക്കിയിരിക്കാം. അത് ഒരു മാസത്തിൽ ഒരിക്കൽ മാത്രം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ. വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ടുള്ള നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ഉള്ള നല്ല നല്ല ടിപ്സുകളാണ്. ആരും സ്കിപ്പ് ചെയ്യരുത്. ഒരു ടിപ്സെങ്കിലും നിങ്ങൾക്ക് പ്രയോജനകരമായിട്ട് വരും. നിങ്ങൾ അറിയാത്ത ടിപ്സുകളായിരിക്കും ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും. എല്ലാം അറിയാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കാണുക. അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക മസ്റ്റായിട്ടും കേട്ടോ. അപ്പോൾ സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്ക് നമ്മളുടെ ഇഞ്ചി കുറേ അധികം നമ്മൾ വാങ്ങാറുണ്ട് അല്ലേ. ഇപ്പം വില കൂടി വരുന്നു. അപ്പോൾ പെട്ടെന്ന് മഴക്കാലമാണെങ്കിൽ അത് ചീഞ്ഞു പോകും, അല്ല വേനലാണെങ്കിൽ അത് ചുങ്ങിപ്പോകും. അങ്ങനെ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ. ഫ്രിഡ്ജിൽ വെച്ചാലും അത് ചീഞ്ഞു പോകാറുണ്ട് പലപ്പോഴും. നമ്മൾ എപ്പോഴും മണ്ണൊക്കെ കളഞ്ഞ് നല്ല ക്ലീനാക്കി ടിഷ്യൂവിൽ തുടച്ച് ഞാൻ ഇതിനു മുമ്പ് ഒരു ടിപ്പ് കാണിച്ചു തന്നിട്ടുണ്ട്. അത് പറ്റാത്തവർ അതിനേക്കാളും കൂടുതൽ എഫക്റ്റ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം. അത് മസ്റ്റായിട്ടും ക്ലീൻ ചെയ്തിരിക്കണം. അതിൽ ധാരാളമായിട്ട് മണ്ണും അഴുക്കും ഒക്കെ ഉണ്ടാകും. അത് ക്ലീൻ ചെയ്ത് നല്ലതുപോലെ ബ്രഷ് കൊണ്ട് കഴുകി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഗ്ലാസിൻ്റെ കണ്ടെയ്നർ വേണം. അല്ലാണ്ട് പ്ലാസ്റ്റിക്കിൻ്റെയിൽ ഇട്ടാൽ എനിക്ക് അത്ര എഫക്റ്റായിട്ട് തോന്നിയിട്ടില്ല. ഗ്ലാസിൻ്റെ നമ്മളുടെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും നിങ്ങൾക്ക് പറ്റാവുന്ന ഏതെങ്കിലും, ചെറുതാണെങ്കിൽ ചെറുത്, നിങ്ങൾക്ക് ഇഞ്ചി എത്രയുണ്ട് അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം, ഒരു 3/4 ഭാഗം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇഞ്ചി എത്ര കിലോ ഇഞ്ചി ആണെങ്കിലും ഇതുപോലെ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ 2 മാസം ആയാൽ പോലും അതിന് യാതൊന്നും പറ്റില്ല. ഫ്രിഡ്ജിൽ വെക്കണം, പുറത്തൊന്നും വെക്കാൻ പാടില്ല. ഇപ്പം വളരെ വില കൂടി വരികയാണ് ഇഞ്ചിക്ക്. അപ്പോൾ ഇത് നിങ്ങൾ 100% എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു ടിപ്പാണ്. ചെയ്തു നോക്കുക കേട്ടോ. നമ്മൾ പുറത്തൊക്കെ വെച്ചാലും എത്ര സൂക്ഷിച്ചാലും ഇത് ചീഞ്ഞു പോകാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ. അടുത്തതായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കർപ്പൂരമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കർപ്പൂരത്തിൻ്റെ ഗുണം ഞാൻ പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മുടെ വീട്ടിൽ പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ ഇതിലും അപ്പുറം വേറെ ഒരു സാധനമില്ല. നമ്മുടെ വീട്ടിൽ പോസിറ്റിവിറ്റിയും അതുപോലെ അണുക്കളെ നശിപ്പിച്ച് കളയാനും ഉള്ള ഒരു ശേഷി ഇതിനുണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് വെള്ളമാണ് കേട്ടോ. ആവശ്യത്തിന് വെള്ളം എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് തന്നെ ഉപയോഗിക്കുക. അതാണ് കൂടുതൽ എഫക്റ്റ്. അല്ല 2 ദിവസം വെച്ചാലും കുഴപ്പമില്ലെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ഇതിന് ഒരു എഫക്റ്റ് ഉണ്ടാകുന്നത്. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പം തന്നെ 2 മിനിറ്റത്തെ കാര്യമുള്ളൂ. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നേരെ ചൂടുവെള്ളത്തിലാണെങ്കിൽ നല്ലതുപോലെ കർപ്പൂരം മിക്സായി കിട്ടും. എന്നിട്ടൊരു സ്പ്രേ ബോട്ടിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമുക്ക് ലൈസോൾ അതുപോലെ ലോഷൻസ് ഒന്നും വാങ്ങിയൊന്നും വീട്ടിൽ വെക്കേണ്ട യാതൊരു കാര്യമില്ല. ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് ഒരു സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ബോട്ടിലാണ്, അല്ലെങ്കിൽ തളിച്ചു കൊടുത്താലും മതി കേട്ടോ. അങ്ങനെ അത് വേണമെന്നൊന്നുമില്ല. നമ്മളുടെ രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തായാലും കൗണ്ടർ ടോപ്പും നമ്മളുടെ ഗ്യാസും എല്ലാം ക്ലീൻ ചെയ്തിട്ടായിരിക്കും 90% ആളുകൾ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടൊന്ന് കിടന്ന് നോക്കട്ടെ. അതുപോലെ നമ്മൾ മീൻ പൊരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും മസാല ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ആ വീട് മൊത്തം ആ ഒരു സ്മെല്ലായിരിക്കും അല്ലേ. പിന്നെ നമ്മൾ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അടുക്കള ആ ഒരു സ്മെല്ലായിരിക്കും അല്ലേ. രാത്രി നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലൊക്കെ, രാത്രി എന്നല്ല, നമ്മൾ ഉച്ചക്ക് ചിലപ്പം മീനൊക്കെ പൊരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ല് പോകാൻ പാടല്ലേ. അപ്പോൾ ആ സമയത്ത് ഈ ഒരു ലിക്വിഡ് ഉണ്ടാക്കിയതിന് ശേഷം ഒന്ന് തുടച്ച് നോക്കട്ടോ. മെഴുക്കൊക്കെ നല്ല പെട്ടെന്ന് പോകും. അതുപോലെ തന്നെ ആ ഒരു ബാഡ് സ്മെല്ല് പോയി കിട്ടാനും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ലിക്വിഡാണ് കേട്ടോ. അതുപോലെ രാത്രി കിടക്കുന്ന സമയത്ത് നമ്മളുടെ ഇതുപോലുള്ള വാഷ് ബേസിനോ അല്ലെങ്കിൽ നമ്മളെ സിങ്കോ എന്തിലും, ഈവൻ നമ്മളുടെ ബാത്റൂമിലെ ഓവിലാണെങ്കിൽ കൂടി നിങ്ങൾ ഇത് ചെയ്ത് നോക്കൂ. നല്ലൊരു സ്മെല്ലും ആയിരിക്കും. അതുപോലെ അണുക്കളൊന്നും വരാതിരിക്കുവാനും വളരെ നല്ലതാണ്. പാറ്റ പ്രാണികളൊന്നും നമ്മളെ വീട്ടിലേക്ക് പ്രവേശിക്കില്ല. അതുപോലെ നല്ല ഒരു ഫ്രഷ് മണമായിരിക്കും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ. അടുത്തതായിട്ട് ഞാൻ
കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്, അതിലേക്ക് 2 കർപ്പൂരം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മളുടെ ബേക്കിംഗ് സോഡയാണ് കേട്ടോ. അതും കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. വളരെ നല്ലതുപോലെ നല്ല ഈവണായിട്ട് 3ഉം മിക്സ് ആകുന്ന രീതിയിൽ. എന്നിട്ട് ഇതുപോലെ ഒരു കണ്ടെയ്നർ എല്ലാവരുടെ കയ്യിലുണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ മേളിൽ ഓട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്നും നിങ്ങളെ കാണിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. എന്നിട്ട് നമ്മൾ ഇതൊരു ആ കണ്ടെയ്നറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ടിഷ്യൂ ഇല്ലെങ്കിൽ കോട്ടൺ തുണിയോ അല്ലെങ്കിൽ നമ്മളുടെ ഫോയിൽ പേപ്പറോ എന്തെങ്കിലും നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് വെച്ചതിന് ശേഷം അതിൽ ചെറിയ ചെറിയ ഓട്ടകൾ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾക്ക് കർപ്പൂരത്തിൻ്റെ ഗുണങ്ങൾ ഞാൻ ഫസ്റ്റിലെ പറഞ്ഞു തന്നു. അണുക്കളെ നശിപ്പിക്കുവാനും അതുപോലെ ബാഡ് സ്മെല്ല് മാറ്റുവാനും ഒക്കെ സാധിക്കും. അതുപോലെ പൗഡർ ആണെങ്കിലും ബാഡ് സ്മെല്ലിനേക്ക് വലിച്ചെടുക്കാനും ബേക്കിംഗ് സോഡ ആണെങ്കിലും ബാഡ് സ്മെല്ലിനെ വലിച്ചെടുക്കാനൊക്കെ സഹായിക്കും. അപ്പോൾ നമ്മൾ ഷൂവിൻ്റെ ഉള്ളിൽ ഇത് വെച്ച് കൊടുത്ത് രാത്രി വെച്ച് രാവിലെ നമ്മൾ പിന്നെ ഓഫീസിൽ പോകുമ്പോൾ ഇട്ട് കഴിഞ്ഞാൽ യാതൊരു ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. കാലുണ്ടാവുന്ന വളം കടി, അലർജി, ഈ ഫുൾ ടൈം ഷൂ ഇടുന്നവർക്കുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും. അതുപോലെ തന്നെ നമ്മളുടെ അലമാരയിൽ ഈ ഒരു മിശ്രിതം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ യാതൊരു ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല. നല്ലൊരു ഫ്രഷ് മണമായിരിക്കും. തുണികൾ ഇപ്പോൾ അലക്കി നമ്മൾ എടുക്കുന്ന ആ ഒരു സ്മെല്ലില്ല, അതേപോലെ നമ്മളുടെ തുണികളും ഇരിക്കുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ഇത്. അടുത്തതായിട്ട് നമ്മൾ സോക്സ് എന്നും ഉപയോഗിക്കുന്നവർക്കുണ്ടാവുന്ന പ്രശ്നമാണ് കാല് വേർത്ത് ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവുക. കാലിന് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഇടുന്നതിന് മുമ്പ് കുറച്ച് പൗഡർ ഇതുപോലെ സോക്സിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇടുകയാണെങ്കിൽ ആ കാല് വേർക്കുന്നതും അതുപോലെ ബാഡ് സ്മെല്ല് വരുന്നതും ഒക്കെ തടയുവാനായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല ടിപ്പാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കുക. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കാണെങ്കിൽ കൂടി നിങ്ങൾ ഇതുപോലെ കുറച്ച് മാത്രം ചെയ്യുക. ചെറിയ കുട്ടികൾക്ക് കുറച്ച് പൗഡർ മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവർ കാല് ഇങ്ങനെ വേർത്ത് ഇതായിരിക്കും അല്ലേ. അങ്ങനെ വേർക്കുകയോ ഒന്നുമില്ലാതെ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. യാതൊരു ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ പുതിയ ചൂല് ഇതുപോലെ വാങ്ങുകയാണെങ്കിൽ അതിൽ പൊടി, മറ്റേ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ചൂലൊക്കെ മേടിച്ചാൽ അത്രയും നല്ല ക്ലീൻ ആയിട്ട് കിട്ടാറില്ല. അപ്പോൾ നമ്മൾ ഇതെല്ലാവരും വാങ്ങാറുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ ഇത് വാങ്ങുമ്പോൾ ഇതിൻ്റെ ഒരു പൊടി കളയാനും അതുപോലെ തന്നെ ഇത് നല്ല എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കാനും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. ആദ്യം ഇതുപോലെ ഒരു കോലെടുത്തിട്ട് നമ്മൾ ആ ഒരു കവറിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ കൈകൊണ്ട് ചെയ്തതിന് ശേഷം ഈ ഒരു കോലുകൊണ്ട് ഇതുപോലെ ഒന്ന് കൊട്ടിക്കൊടുക്കുക കേട്ടോ. അധികം വെയിറ്റ് ഇല്ലാത്ത എന്തെങ്കിലും ഒരു കോലെടുക്കുക, എന്നിട്ടൊന്ന് കൊട്ടിക്കൊടുക്കുക. അപ്പോൾ തന്നെ 90% അതിൽ നിന്നും ആ ഒരു പുല്ലിൻ്റെ ആ ഒരു പൊടി പോയിട്ടുണ്ടാവും. 90% പോയിട്ടുണ്ടാവും. നല്ലതുപോലെ കൈകൊണ്ട് നിരടിയതിന് ശേഷം അതുകൊണ്ടൊന്ന് തട്ടിക്കൊടുത്താൽ മതി. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക. എന്നിട്ട് ഒരു സ്പോഞ്ചിൽ ഇതുപോലെ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. ഉള്ള ഒരു 10% പൊടിയും കൂടി ഇതിലേക്ക് വരുന്നതാണ്. പൂർണ്ണമായിട്ട് ഒരു തരി പോലും പുല്ലില്ലാതെ. വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ചൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. വെയിലത്ത് വെച്ചാലും അതിൻ്റെ ആ ഒരു പൊടി ഫുള്ളായിട്ട് പോയി കിട്ടിയില്ല. പക്ഷേ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്ക്. നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഒരു തരി പോലും പൊടിയില്ലാതെ നമുക്ക് ചൂല് കിട്ടുന്നതാണ്. നല്ല ക്ലീനായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കർപ്പൂരം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പൗഡറാണ് കേട്ടോ. അതും 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ചൂല് നല്ലതുപോലെ ഒന്ന് തളിച്ചു കൊടുക്കുക. തളിച്ചു കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ആ ഒരു ചൂലിൽ ഉണ്ടാവുന്ന ബാഡ് സ്മെല്ല്, അതുപോലെ നമ്മൾ ഒരു ദിവസം നമുക്ക് തുടയ്ക്കാനൊന്നും പറ്റില്ല, നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പൊടി മിശ്രിതം ഇട്ടതിന് ശേഷം ചൂലിൽ ഇതുപോലെ ഒരു സ്പോഞ്ച് കൊണ്ട് നല്ല ഈവണായിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വീട് അടിച്ചു വാരുകയാണെങ്കിൽ തുടച്ച പോലെ നല്ല നീറ്റാകുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും കേട്ടോ. ചൂലിൽ ഇടയ്ക്ക് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. നല്ലതാണ് കേട്ടോ. അന്ന് ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തു വെക്കുന്നുണ്ട്. 2 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് പനിക്കൂർക്കയാണ് കേട്ടോ. പനിക്കൂർക്ക ഇലയുടെ ഗുണം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. വളരെ നല്ലതാണ്. അണുക്കളെ നശിപ്പിക്കുവാനും അതുപോലെ തന്നെ ഒരു നല്ലൊരു സ്മെല്ലുമാണ്. അതുപോലെ ഇത് പല നമ്മളുടെ 8 കാലി, പല്ലി ഇവയ്ക്കൊന്നും ഇതിൻ്റെ സ്മെല്ല്
ഒട്ടും ഇഷ്ടമല്ല. ആ ഒരു ഇല നമ്മളുടെ എവിടെ വെച്ചാലും ആ ഒരു പല്ലിയുടെ ശല്യമൊക്കെ പോയി കിട്ടാനായിട്ട് വളരെ നല്ലതാണ്. നമ്മൾ രാത്രി കിടക്കുമ്പോൾ ഗ്യാസിൻ്റെ ടോപ്പറിൻ്റെ മേളിൽ ഇതുപോലെ വെച്ചിട്ടൊന്ന് കിടന്നാൽ പല്ലിയുടെ ശല്യമേ ഉണ്ടാവില്ല കേട്ടോ. പല്ലി എട്ടുകാലിൻ്റെ ശല്യമൊന്നും ഉണ്ടാവില്ല. ഇത് നല്ലതുപോലെ തിളക്കട്ടെ. നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമ്മൾ ആറാൻ വെക്കുക. നേരിയ ചൂടോടുകൂടി വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ചൂട് മൊത്തം പോയതിന് ശേഷം നിങ്ങളിത് ചെയ്യരുത്. നേരിയ ചൂടോടുകൂടി നമ്മൾ 2 കർപ്പൂരം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതാണ് നമ്മളുടെ വിക്സില്ലേ, ഏതൊരു വിക്സോ അല്ലെങ്കിൽ അമൃതാഞ്ജനോ ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ. നേരിയ ചൂട് വേണം. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ നമ്മൾ ഇതിലിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നേരിയ ചൂട് വേണമെന്ന് പറഞ്ഞാൽ ഈ കർപ്പൂരവും വിക്സും ഒക്കെ നല്ല മെൽറ്റായി കിട്ടുവാൻ വേണ്ടിയാണ്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതൊരു സ്പ്രേ ബോട്ടിലാക്കി നമ്മൾ പല്ലി വരുന്ന സ്ഥലങ്ങളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ വളരെ നല്ലതാണ്. പല്ലി ശല്യം ഉണ്ടാവില്ല, എട്ടുകാലി വരില്ല. ചെറിയ ചെറിയ പ്രാണികളെ ശല്യമൊക്കെ വീട്ടിൽ നിന്നും ഇല്ലാതാക്കാനായിട്ട് ഇതൊന്ന് സ്പ്രേ ബോട്ടിലാക്കി സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഉറുമ്പ് വരുന്ന സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ചെയ്താൽ വളരെ എഫക്റ്റീവാണ്. ഞാൻ ഇതുപോലെ ഒരു ചൂലെടുത്തിട്ടുണ്ട്. അതിൽ ഞാനൊരു കോട്ടൺ തുണി മുക്കി നല്ലതുപോലെ പിഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ മാറാമ്പൽ തൂത്ത് കഴിഞ്ഞാൽ 1 മാസം 2 മാസത്തോളം മാറാല ശല്യമേ ഉണ്ടാവില്ല. എട്ടുകാലികളെ ശല്യം വീട്ടിൽ നിന്നേ അല്ല നാട്ടിൽ നിന്ന് തന്നെ പോകുന്നതാണ് കേട്ടോ. അത്ര എഫക്റ്റാണ് നമ്മളുടെ എന്താണ് പനിക്കൂർക്കയിലയും വിക്സും കർപ്പൂരവും 3ഉം വളരെ എഫക്റ്റീവായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മളുടെ കബേർഡിൽ ഉണ്ടാവുന്ന പൊടി പിടിച്ചിരിക്കുക എന്നുള്ള പ്രശ്നമില്ലേ, പൊടി പെട്ടെന്ന് പിടിക്കും അല്ലേ നമ്മൾ കബേർഡിലേക്ക്. അപ്പോൾ ഇതുപോലെ മാസത്തിൽ ഒരിക്കലൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ എഫക്റ്റീവാണ്. നല്ലതുപോലെ പിഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു കബേർഡൊക്കെ തുടക്കാവുള്ളൂ കേട്ടോ. വളരെ എഫക്റ്റീവായിട്ടുള്ള ടിപ്സുകൾ ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത്. പൊടി പിന്നെ പിടിക്കുന്നത് വളരെ കുറവായിരിക്കും. തീർച്ചയായിട്ടും ചെയ്തു നോക്കുക. ലൈക്ക് ഇടുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.